യാദൃച്ഛികമായി ഉയർന്നു വന്ന ചർച്ചകൾ, ആ ചർച്ചകൾ മരാമത്ത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ ഏറെക്കുറെ എല്ലാ കൗൺസിലർമാർക്കും, ആഗ്രഹിച്ച എല്ലാ കൗൺസിലർമാർക്കും അഭിപ്രായം പറയുവാനുള്ള അവസരം കൊടുത്തപ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരണം, കോൺട്രാക്ടർമാരും ജീവനക്കാരും അതോടൊപ്പം തന്നെ കൗൺസിലർമാർ ഉൾപ്പെടുന്ന ഒരു യോഗം ചേരണം എന്നുള്ള ഒരു ആശയം ആ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്നതാണ്. അതിനനുസരിച്ചിട്ടാണ് കുറച്ച് നീണ്ടുപോയത് നമുക്കിന്നിവിടെ ഇരിക്കാൻ സാധിച്ചത്. ഇവിടെ കോർപ്പറേഷന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ എന്റെയോടൊപ്പം ഇരിക്കുന്നതിലും ഈ ഇരിക്കുന്നതിലൊക്കെ തന്നെ ആശയപരമായിട്ട് വിയോജിപ്പുള്ള നിരവധി പേരുണ്ട്. അങ്ങനെ ഉണ്ടാകണം, അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പക്ഷേ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ കാര്യത്തിൽ യോജിപ്പുണ്ട്. കോർപ്പറേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. ആശയപരമായി വിയോജിക്കുമ്പോഴും നേരത്തെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞൊരു കാര്യം ഏറ്റവും പ്രധാനമാണ്. കൗൺസിലിൽ ശക്തമായിട്ട് വിയോജിക്കുന്ന കൗൺസിലർമാർക്കും അവരവരുടെ വാർഡുകളിൽ നന്നായിട്ട് പ്രവർത്തനം നടന്നാൽ മാത്രമേ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം നമുക്ക് കാത്തു സൂക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയോടെയാണ് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഇക്കാര്യങ്ങൾ നടക്കണമെന്നാണെങ്കിലും ഇക്കാര്യങ്ങൾ ഒരു 10-20% പോലും പലപ്പോഴും നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് ഈ ചർച്ചകളിലൂടെ, ആശയവിനിമയ പ്രക്രിയയിലൂടെ പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ, പല ദിവസങ്ങളിലും പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഉൾപ്പെടെ ചിലർ എന്നോട് ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലൊരു യോഗത്തെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊന്നുമില്ല, മേയറായിരിക്കുന്ന സ്ഥലത്ത് ഉള്ള ജീവനക്കാരെയും കോൺട്രാക്ടർമാരെയൊക്കെ ഒരുമിച്ചൊന്ന് കാണണം, പരിചയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെയും ചില ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള യോഗമെന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കണം. അതിന് കുറച്ച് കൂടുതൽ വേഗത്തിലാക്കണം. സമയം നമ്മൾ ആരെയും കാത്തു നിൽക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറച്ച് പ്രവൃത്തി നടക്കാൻ വേണ്ടി താമസിച്ചു എന്ന് കരുതിയിട്ട് ലോകത്ത് മറ്റെല്ലാ സ്ഥാപനങ്ങളും അത് കാത്തു നിൽക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മെച്ചപ്പെട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് നാഗർകോവിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കാത്തിരിക്കുകയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാ പ്രവർത്തനവും വേഗത്തിലാകട്ടെ, അതുപോലെ ഞങ്ങളുടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയെ കാത്തിരിക്കില്ല. എനിക്ക് കോൺട്രാക്ടർമാരുടെ മുന്നിൽ വയ്ക്കുവാനുള്ള ഒരു കാര്യം, ഇപ്പൊ ജൂൺ മാസത്തിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തു വരുന്നത്. ഈ പ്രവർത്തികൾ ജൂണിൽ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മാർച്ചിലും പൂർത്തിയാകാതെ സ്പിൽ ഓവർ ആയിട്ട് അടുത്ത വർഷത്തേക്കോ അതിന്റെ അടുത്ത വർഷത്തേക്ക് പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാരണം ഉണ്ടാകും. ജൂണിൽ പ്രവർത്തികൾ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച് ബില്ലെഴുതാൻ പോകാൻ വേണ്ടിയിട്ട് ഉള്ള നിങ്ങൾക്ക് എന്താണ് തടസ്സം? ആ തടസ്സങ്ങൾ മാറ്റിത്തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വെച്ച് പറയണമെന്നില്ല, ഇന്ന് നിങ്ങളെ ഒരുമിച്ച് വിളിച്ചിട്ട് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം, ജൂണിൽ ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ആ വർക്ക് പൂർത്തിയാക്കുവാനുള്ള തടസ്സം നിങ്ങൾക്ക് എന്താണ്? ആ തടസ്സം മാറ്റിത്തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ തടസ്സം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ തടസ്സം മാറ്റിത്തരാൻ ഏത് എക്സ്റ്റെന്റ് വരെ പോയാലും ഞങ്ങൾക്ക് മടിയില്ല. അതിന് ഈ കൗൺസിലിലെ 101 കൗൺസിലർമാർ ഒറ്റക്കെട്ടാണെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിക്കുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് വീണ്ടും അതിലിങ്ങനെ പറഞ്ഞ് അന്തരീക്ഷത്തിൽ അത് നിലനിർത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് നമ്മുടെ മിനിമം, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റലിന് അപ്പുറമുള്ള വർക്ക് എന്തിനാ നമ്മൾ വോട്ട് ചെയ്യുന്നത്? നാട്ടിലുള്ള എല്ലാ വർക്കും എടുത്തിട്ടും നാട്ടിലുള്ള എല്ലാ വർക്കിലും കയറി എത്തിപ്പിടിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഞാനും ചെയ്യില്ല, ആരെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഇപ്പോ പലരും ബിലോയിൽ വർക്ക് എടുക്കും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബിലോയിൽ നിങ്ങൾ എത്ര രൂപ എടുത്തോളൂ, വർക്കിനൊരു തുക ഉണ്ടാകും. പക്ഷെ ബിലോയിൽ വർക്ക് എടുത്തതിന് ശേഷമാണ് പറയുന്നത് ഞാൻ ബിലോയിലാണ് എഴുതുക, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ ബിലോയിൽ എഴുതാൻ? നിങ്ങളോട് ആരും ബിലോയിൽ എഴുതാൻ പറഞ്ഞില്ലല്ലോ. പലരും വർക്ക് സൈറ്റിൽ നിന്ന് കാണാതെയാണ് വർക്ക് എടുക്കുന്നത്. ഈ ടെൻഡറായിട്ട് അതൊക്കെ സൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്യും. എന്നിട്ട് പറയും അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നു, അവിടെ കനാൽ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. നിങ്ങൾ കാണണം, നിങ്ങൾ വർക്ക് സൈറ്റിൽ പോയിട്ട് വർക്ക് കാണണം, അതിനുശേഷം മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവുള്ളൂ. എന്തിനാണ് അങ്ങനെ പോകുന്നത്? അങ്ങനെ പോകുന്നത് ഒരു നാടിന് പുറകോട്ടടിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്.
ഇതിന് എന്തെങ്കിലും തടസ്സം നിങ്ങൾക്ക് നേരിടുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് താങ്ങുന്ന വർക്ക് നിങ്ങൾ എടുത്താൽ മതി. അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം, നിങ്ങൾക്ക് സാധിക്കുന്ന വർക്ക് എടുക്കുകയും അതിനെ സമയബദ്ധമായി പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വികസനത്തിന്റെ കാര്യത്തിൽ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹായിക്കുവാനും ഇടപെടുവാനും തയ്യാറാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തോട് കൂടുതൽ സന്തോഷം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അദ്ദേഹവുമായിട്ട് ഒരു 10-15 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ച കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് സഹായിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇത് 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചേംബറിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതേ ആത്മവിശ്വാസവുമായിട്ട് ഞാൻ വന്നോട് തന്നെ MR-നോട് ചോദിച്ചു, CM എന്താ പറഞ്ഞതെന്ന്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സഹായിക്കാൻ തയ്യാറാണ്, ഏത് തരത്തിലായാലും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം മുഴുവൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടേതായ ചില പിടിവാശികൾ കൊണ്ട്, ഞാനല്ലെങ്കിൽ വേറെ ആരും ചെയ്യേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇനിയിപ്പോ ശരിയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തിയാലും ആ ശരി അനുവദിച്ചു തരാൻ ഇനി ഭരണസമിതി തയ്യാറാകുന്നില്ല എന്ന് വളരെ മനോഹരമായി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വിളിച്ചിരിക്കുന്നത്. ചിലപ്പോ ചില പ്രതിസന്ധികൾ ഉണ്ടാവും, നോക്കാം. പ്രതിസന്ധികൾ വരട്ടെ, പ്രതിസന്ധികൾ നമുക്ക് അത് തരണം ചെയ്യാമേ. പ്രതിസന്ധികൾ വരുമ്പോഴേക്കും നമുക്ക് തരണം ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ ഒരു റോഡ് ടാർ ചെയ്യാനായിട്ട് 6 മാസം താമസിക്കും, അല്ലെങ്കിൽ 1 വർഷം താമസിക്കും. ഇവിടെ 10-15 വർഷം താമസിച്ചിട്ട് എല്ലാ കുറ്റപ്പെടുത്തലും കേട്ടോണ്ടിരിക്കുന്ന ഈ കൗൺസിലർമാർക്ക് ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും പ്രതിസന്ധി വരണമെങ്കിൽ അത് തരണം ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് ശുദ്ധമായി ഒഴുകണം. കോൺട്രാക്ടർമാരുടെ മേഖലയിലേക്ക് ഞങ്ങൾ കുറച്ച് കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ആരും കടന്നു വരണ്ട എന്നുള്ള അഭിപ്രായമാണ് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാലം ആർക്ക് വേണ്ടി മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ കാലം തന്നെ നമ്മളെയൊക്കെ തന്നെ മാറ്റിമറിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വരട്ടെ, പ്രവൃത്തി ചെയ്യാൻ തയ്യാറുള്ള ആര് വരും. ഞങ്ങളൊരു 5-6 പേർ മാത്രം കോർപ്പറേഷനിൽ വന്ന് സെക്ഷനിലേക്ക് കണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് ഞങ്ങൾ 2-3 പേര് കൂടെ അങ്ങ് നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്താൻ വേണ്ടി വിട്ടുതരാൻ വേണ്ടി അല്ല ജനങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ കോൺട്രാക്ടർമാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇത് ഏത് ലോകത്തായത് വെള്ളരിക്കപ്പെടുന്നതാണ്. ജനങ്ങൾ നാട് ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കണം നാട് ഭരിക്കുന്നത്. എവിടെയെങ്കിലും അങ്ങനെ കോൺട്രാക്ടർമാരോ ഉദ്യോഗസ്ഥന്മാരോ നയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിസ്റ്റം അവസാനിച്ചിരിക്കുന്നതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ ജയിക്കുന്നത് നാട് ഭരിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ വസ്തുതയാണ് സംസാരിക്കുന്നത്. ഇന്ന ഉദ്യോഗസ്ഥൻ ഇന്നടത്ത് വെച്ച് തരണം എന്ന് കോൺട്രാക്ടർമാർ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒരു ബിൽഡർ വന്നിട്ട് ഇന്ന ഉദ്യോഗസ്ഥനെ ഇന്ന AEC ഇന്നടത്ത് വെച്ചേരണമെന്ന് മേയറോട് ആവശ്യപ്പെടാൻ കണക്കുള്ള ധൈര്യത്തിലേക്ക് നമ്മളെ സിസ്റ്റം അധപ്പതിച്ചിരിക്കുന്നുവെങ്കിൽ ആ സിസ്റ്റത്തെ അടിമുറി മാറ്റിമറിക്കണം. അങ്ങനെയൊന്നും ഒരു സിസ്റ്റം വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്രണ്ട് എഞ്ചിനീയർ ബഹുമാനപ്പെട്ട അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് ഞാൻ പറഞ്ഞു. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണോ അതിന് ശേഷം നടന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിലെ മീറ്റിംഗ് ആണെന്ന് അറിയില്ല. ചില ക്ലർക്കുമാർക്ക് സ്ഥിരമായിട്ട് ക്ലർക്കൽ മിസ്റ്റേക്ക് വരും. കോൺട്രാക്ടർമാർ ബില്ല് കൊണ്ടു കൊടുക്കുമ്പോഴേക്കും ഒരു നമ്പർ മാറിപ്പോ അക്കൗണ്ടിന്റെ. ഇതെങ്ങനെയാണ്? ഞാൻ SCയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? എല്ലാവർക്കും അല്ല, ചില ക്ലർക്കന്മാർക്ക് കോൺട്രാക്ടർമാർ ബില്ലോ അവരുടെ ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്നേ മാറുള്ളൂ. അപ്പൊ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ 1 മാറും. 1 ഇട്ടത് 9 ആയിപ്പോയി, ഇല്ലെങ്കിൽ 8 ഇട്ടത് 0 ആയിപ്പോയി, അല്ലെങ്കിൽ 0 ഇട്ടത് 8 ആയിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇതവിടെ പോകുമ്പോൾ അവരുടെ ജന്മത്ത് പാസ്സാവുകയില്ല. അത് പിന്നെ പോയി എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് എല്ലാ ടേബിളിലും ഉള്ള മാമൂല കഴിഞ്ഞ് തിരിച്ച് എന്റെ അടുത്ത് തന്നെ വരും. ഞാൻ ഒരു കാര്യം പറയാം, അത്തരത്തിൽ കോൺട്രാക്ടർമാരെ വറ്റം ചുറ്റിക്കാൻ വേണ്ടി ക്ലർക്കൽ മിസ്റ്റേക്ക് വരുത്തുന്ന ക്ലർക്കുമാരോട് ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് ഒരു ആശങ്കയ്ക്കും ഇടവരുത്താതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവര് ടാറും സിമന്റും മെറ്റലും കൊണ്ട് കഷ്ടപ്പെട്ട് രാത്രി മുതൽ പകലും ഇത്രയും ജോലിക്കാരെ സംഘടിപ്പിച്ച ജോലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയബന്ധിതമായി തന്നെ ഈ പേപ്പറുകളൊക്കെ പാസ്സായി കൊടുക്കണം. ഒരു ആശങ്കയും വേണ്ട, എല്ലാവരും പറയണ്ട. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന കോൺട്രാക്ടർമാരും ഇവിടെയുള്ള ബിൽഡർമാരും ഇവിടെയുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ കുറിച്ച്, മേയറിന്റെ സ്വഭാവത്തെ കുറിച്ച്, കൗൺസിലർമാരുടെ ഇടപെടലിനെ കുറിച്ച്, മേയറുടെ ഇടപെടലിനെ കുറിച്ച്, ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ തന്നെ പലതരത്തിലുള്ള പൂച്ച പാലൊടിക്കുമ്പോൾ പൂച്ച അറിയില്ലെന്ന് പൂച്ച നോക്കുമ്പോൾ ആരും അറിയുന്നില്ല, എല്ലാം അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ സമൂഹത്തിൽ ഇടപെടുന്നതും ഞാൻ ബിസിനസ്സുകാരോട് ഇടപെടുന്നതും ഒക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സ്വകാര്യ ചർച്ചകൾ എല്ലാം പറയുന്നുണ്ട്. 30-35 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എനിക്ക് ഏറെക്കുറെ എല്ലാ വിവരം കിട്ടുന്നുണ്ട്. ചില ട്രാൻസ്ഫറുകളും ചില അങ്ങോട്ടും ഇവിടെ സീറ്റ് മാറ്റിയൊക്കെ തന്നെ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒന്നും അറിയാതെ ഉണ്ടാകാതെ നമ്മൾ അവിടെ ഇരിക്കണമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിയത് ഒരു സീറ്റ് മാറ്റി 3 സീറ്റ് മാറ്റി
3 സീറ്റ് മാറ്റിയപ്പോഴേ അയാൾ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ആ 3 സീറ്റിലും ഇരുത്തിയപ്പോഴേക്കും എനിക്ക് സഹിയായിട്ട് വൈകുന്നേരം ഒരു കല്യാണ സ്ഥലത്ത് പോകാൻ വയ്യ, ഒരു പാലാച്ച സ്ഥലത്ത് പോകാൻ വയ്യ, മേയർ എന്നുള്ള നിലയ്ക്ക് 4ാമത് അങ്ങനെ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ മേയറുടെ മുറിയിലേക്ക് വന്നു. മറ്റു 3 സീറ്റിലും കുഴപ്പമില്ലായിരുന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ശരീരാസ്വാസ്ഥ്യം ഇതാണെന്ന് പറഞ്ഞിട്ട് മേയറുടെ മുറിയിലേക്ക് വരിക, മേയറുടെ റൂമിലാക്കി വരിക. കാരണം എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കോൺട്രാക്ടർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് ബിൽഡർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിയമപരമായി നടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരുടെ പറഞ്ഞാൽ മതിയല്ലോ, നടക്കില്ലെന്ന്. ഞാൻ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചെയ്ത വർക്കിന്റെ പൈസ ഇതുവരെ കിട്ടിയെന്ന്. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചെയ്ത വർക്കിന്റെ പൈസ പിന്നെ എങ്ങനെയാ പാവങ്ങൾ നിർബന്ധിക്കുന്നത്? ഞാൻ 3%, 4%, 3 രൂപ, 5 രൂപ, 10 രൂപ പലിശയ്ക്ക് എടുത്തിരിക്കുന്ന ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക്, ഇവരൊന്നും ടാറ്റയും ബിർളയൊന്നും അല്ലല്ലോ, കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവര് വല്ല താലി പണയം വെച്ചോ മാല പണയം വെച്ചോ ഇവിടെ വസ്തു പണയം വെച്ചോ പൈസ കൊണ്ടുവരുന്നവരാണ്. അവരെ അങ്ങനെ കോൺട്രാക്ടർമാരെ കണ്ണീരും കയ്യുമായിട്ട് കയറി ഇറക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതി കൂട്ടുനിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ പലരും ചോദിച്ചു മോണിറ്ററിംഗ് കമ്മിറ്റി എന്തിനാണെന്ന്. മോണിറ്ററിംഗ് കമ്മിറ്റി ഇല്ലാതിരുന്നപ്പോഴേക്കും കൗൺസിലർമാർ ആരാണെന്നൊരു കോൺട്രാക്ടർമാർക്ക് അറിയില്ല. അത് പറ്റില്ലല്ലോ. മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ സഹപ്രവർത്തകരെ, കൗൺസിലർമാരെ, ജനങ്ങൾ തിരഞ്ഞെടുത്തവരെ അഡ്രസ് ചെയ്യാതെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു ഭരണസമിതിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അപ്പൊ കൗൺസിലറൊക്കെ ഈ വാർഡിൽ യാതൊരു കാര്യവുമില്ല, ഞങ്ങളും കുറച്ച് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ വാർഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ആ ധാരണ അസ്ഥാനത്താണ്. മോണിറ്ററിംഗ് കമ്മിറ്റി വരും, മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ചെയർമാൻ ഉണ്ടാകും. പിന്നെ ചിലർ ചിരിക്കുന്നുണ്ട്,